അപ്പോൾ അടുത്തതാണ് നെയിമിംഗ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് പഠിച്ചതാണ്, അതിൻ്റെ നെയിമിംഗ് പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ നെയിമിംഗ് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി അല്ലെങ്കിൽ IUPAC കുറേ റൂൾസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോമ്പൗണ്ട്സ് നെയിം ചെയ്യൽ. അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യാനും കുറേ റൂൾസ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നമ്മൾ നെയിം ചെയ്യുമ്പോൾ നമുക്കറിയാം ഏതൊരു കോമ്പൗണ്ട് നമ്മൾ നെയിം ചെയ്യുകയാണെങ്കിൽ കാറ്റയോണിക് പാർട്ട് ആണ് ആദ്യം എഴുതുക. കാറ്റയോൺ നെയിം ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് എഴുതൽ, ആനയോൺ നെയിം ചെയ്യൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് എന്ന് എഴുതുമ്പോൾ Na+Cl- ആണ്. Na+ എന്ന് പറയുന്നത് കാറ്റയോൺ ആണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആണ് കാറ്റയോൺ. അപ്പോൾ കാറ്റയോണിനെ നമ്മൾ ആദ്യം നെയിം ചെയ്യും, അത് കഴിഞ്ഞിട്ടാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആനയോണിനെ നമ്മൾ നെയിം ചെയ്യൽ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നെയിം ചെയ്യുമ്പോഴും കാറ്റയോൺസ് ആദ്യം നെയിം ചെയ്യണം. ഇനി കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നമുക്കറിയാം സെൻട്രൽ മെറ്റൽ ആറ്റവും ലിഗാൻഡും ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം സെൻട്രൽ മെറ്റൽ ആറ്റം ഏതാണ്, ലിഗാൻഡ്സ് ഏതാണ് എന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ സെൻട്രൽ മെറ്റൽ ആറ്റവും ലിഗാൻഡ്സും ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലിഗാൻഡ് മാത്രമാവില്ല, ഒന്നിലധികം ലിഗാൻഡ്സ് ഉണ്ടാവാം. അപ്പോൾ ആ ലിഗാൻഡ്സിനെയൊക്കെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതണം. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിൽ അമീൻ എന്ന് പറയുന്ന ലിഗാൻഡും H2O അക്വ എന്ന് പറയുന്ന ലിഗാൻഡും ഉണ്ടെങ്കിൽ നമുക്കറിയാം ആൽഫബറ്റിക്കലി അമീനാണ് ഫസ്റ്റ് വരിക, അത് കഴിഞ്ഞിട്ടാണ് അക്വ വരിക. അപ്പോൾ അമീൻ ആദ്യം എഴുതിയതിന് ശേഷം വേണം നമ്മൾ അക്വ എന്നുള്ള ലിഗാൻഡിൻ്റെ പേര്, ആ കോമ്പൗണ്ടിൻ്റെ പേര് എഴുതുമ്പോൾ നമ്മൾ എഴുതാൻ. ഇനി അതുപോലെ തന്നെ ഒരേ ലിഗാൻഡ് തന്നെ ഒന്നിലധികം തവണ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളൊരു എക്സാമ്പിൾ ആണെങ്കിൽ CONH3 6 ടൈംസ് Cl3 എന്ന് പറയുന്ന ഈ ഒരു എക്സാമ്പിളിൽ നമ്മുടെ ലിഗാൻഡ് സെൻട്രൽ മെറ്റൽ ആറ്റം കൊബാൾട്ടാണ്, ലിഗാൻഡ് എന്ന് പറയുന്നത് അമീനാണ്. എത്ര അമീൻ ഉണ്ട്, 6 എണ്ണം ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ലിഗാൻഡിനെ കാണിക്കാൻ ഡൈ, ട്രൈ, ടെട്ര പോലുള്ള പ്രിഫിക്സുകൾ ഉപയോഗിക്കണം. അപ്പോൾ നമ്മളെവിടെയാണ് അമീൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അമീനിൻ്റെ പിന്നിൽ എന്താണ് ഡൈ, ട്രൈ, ടെട്ര പോലെ എണ്ണത്തിനെ കാണിക്കാനുള്ളത്. അപ്പോൾ 6 എന്ന് കാണിക്കുന്ന ഹെക്സ എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ എന്താ, ഹെക്സ അമീൻ എന്ന് വേണം നമ്മളിവിടെ ഉപയോഗിക്കാൻ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിന് പകരം ഇവിടെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ലിഗാൻഡാണെന്ന് വിചാരിക്കുക, COEN ത്രൈസ് Cl3. കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ലിഗാൻഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഇതിൻ്റെ പേരെന്താ, EN എന്ന് പറയുന്നത് ഈഥൈൻ 1,2 ഡയമീൻ ആണ്. അപ്പോൾ അതിൻ്റെ പേര് കുറച്ച് വലുതാണ്, കോംപ്ലക്സ് ആണ്. അപ്പോൾ ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ലിഗാൻഡ് വരുമ്പോൾ അതിൻ്റെ പേരിൻ്റെ കൂടെ എണ്ണത്തിനെ കാണിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കണം, ബിസ്, ട്രിസ്, ടെട്രാക്കിസ് പോലുള്ള പ്രിഫിക്സ് ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ ഈ കേസിൽ ട്രൈ ഈഥൈൻ 1,2 ഡയമീൻ എന്ന് ഉപയോഗിക്കുമ്പോൾ ആ കോമ്പൗണ്ടിലത്തെ ഡൈയും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിഫിക്സ് ആയിട്ട് ആഡ് ചെയ്യുന്ന ട്രൈയും ഒക്കെ കൂടിയിട്ട് കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 3 എന്ന് കാണിക്കുന്നതിന് പകരം ട്രൈ എന്ന് എഴുതുന്നതിന് പകരം ട്രിസ് എന്ന് എഴുതാം. അപ്പോൾ ട്രിസ് ഈഥൈൻ 1,2 ഡയമീൻ എന്നുള്ള രീതിയിലാണ് ഇതിനെ നമ്മൾ പേര് കൊടുക്കുക. ഓക്കെ, ഈ ലിഗാൻഡിനെ നമ്മൾ പേര് കൊടുക്കുക, ലിഗാൻഡിന് പേര് കൊടുക്കുന്നത്. ഇനി ആനിയോണിക് ആയിട്ടുള്ള ലിഗാൻഡ് ആണെങ്കിൽ അതിൻ്റെ പേര് ഓയിലാണ് അവസാനിക്കുക. അത് നമുക്കറിയാം, Cl-, അതായത് ആനിയോണിക് ആയിട്ടുള്ള ലിഗാൻഡാണ്, അതിൻ്റെ പേര് നമ്മൾ എങ്ങനെയാണ് കണ്ടത്, ക്ലോറിഡോ, അതുപോലെ F- ഫ്ലൂറിഡോ, Cn- സയനോ, അതുപോലെ OH- ഹൈഡ്രോക്സോ. അപ്പോൾ അതേപോലെ ആനിയോണിക് ലിഗാൻഡ് ആണെങ്കിൽ അതിൻ്റെ പേര്, നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡ് ആണെങ്കിൽ അതിൻ്റെ പേര് എൻഡ് ചെയ്യണത് ഓയിലായിരിക്കും. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ അറിയുക, ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ, ഇതിലുള്ള സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചിട്ട് അത് റോമൻ ന്യൂമറൽസിൽ അതിൻ്റെ മെറ്റലിൻ്റെ പേര് എഴുതിയതിൻ്റെ കൂടെ തന്നെ അടുത്ത ബ്രാക്കറ്റിൽ റോമൻ ന്യൂമറൽസിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എഴുതണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ CONH3 6 ടൈംസ് Cl3 എന്നുള്ളൊരു എക്സാമ്പിളും K4FeCN 6 ടൈംസ് എന്ന് പറയുന്ന ഈ ഒരു എക്സാമ്പിളും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ 2 എക്സാമ്പിളിലും എന്താണ്, ഒരെണ്ണം ഞാൻ ഇപ്പുറത്തേക്ക് എഴുതാം, K4FeCN 6 ടൈംസ്. അപ്പം ഈ 2 എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു പാർട്ട് വന്നിരിക്കുന്നത് കാറ്റയോൺ ആയിട്ടാണ്.
ഇതൊരു കോംപ്ലക്സ് കാറ്റയോൺ ആണ്. അപ്പം ഇങ്ങനത്തെ കോംപ്ലക്സ് കാറ്റയോൺ അതുപോലെ തന്നെ ഇപ്പുറത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള പാർട്ട് ആനയോണിക് പാർട്ടാണ്. അപ്പോൾ ഈ കോംപ്ലക്സ് ആനയോൺ വരുന്ന കേസിലാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ വരുന്ന കോംപ്ലക്സ് ആനയോൺ ആണെങ്കിൽ അതിൻ്റെ സെൻട്രൽ മെറ്റലിൻ്റെ പേര് എൻഡ് ചെയ്യണത് 8-ലായിരിക്കണം, ATEയിലായിരിക്കണം ആ മെറ്റലിൻ്റെ പേര് എൻഡ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഹെക്സാ സയനോ അത് കഴിഞ്ഞിട്ട് നമ്മൾ സെൻട്രൽ മെറ്റൽ ആറ്റം എഴുതും. അതിനെ നമ്മൾ എങ്ങനെ എഴുതുക? ഫെറേറ്റ് എന്ന് വേണം എഴുതാൻ. ഈ കേസിലാണെങ്കിൽ ഹെക്സാ അമീൻ കൊബാൾട്ട് എന്ന് മാത്രമേ നമ്മൾ എഴുതുള്ളൂ. ബ്രാക്കറ്റിൽ എന്താ പറയുക, ഇതിൻ്റെ ഈ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എഴുതും. പക്ഷേ ആനയോണിക് ആണ് നമ്മുടെ കോംപ്ലക്സ് ആനയോൺ ആണെങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ പേര് എൻഡ് ചെയ്യണത് 8-ലായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് അയൺ ആണെങ്കിൽ ഫെറേറ്റ്, ഗോൾഡ് ആണെങ്കിൽ ഓറേറ്റ്, ലെഡ് ആണെങ്കിൽ എന്താണ് പ്ലംബേറ്റ്. ഓക്കെ, അതുപോലെ പിന്നെന്താണ് കൊബാൾട്ട് ആണെങ്കിൽ കൊബാൾട്ടേറ്റ്. അപ്പോൾ ഏതൊരു മെറ്റൽ ആണെങ്കിലും അതിൻ്റെ പേര് എൻഡ് ചെയ്യണത് 8-ലായിരിക്കണം. ഇഫ് കോംപ്ലക്സ് ആനയോൺ ഇസ് പ്രസൻറ്റ്, നമ്മുടെ ആനയോണിക് പാർട്ടാണ് കോംപ്ലക്സ് പാർട്ടെങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ പേര് 8-ൽ അവസാനിപ്പിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തറിയാം, നമ്മളൊരു പേര് എഴുതുന്ന സമയത്ത് ആദ്യത്തെ ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്ന് നമ്മൾ എഴുതുമ്പോൾ ഇത് കാറ്റയോൺ ആണ്, അതുപോലെ തന്നെ ആനയോൺ ക്ലോറൈഡ് എന്ന് എഴുതും. അപ്പോൾ കാറ്റയോണിൻ്റെ പേര് എഴുതിയിട്ട് ഒരു സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ ആനയോണിൻ്റെ പേര് എഴുതുക. തുടക്കത്തിൽ മാത്രമാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുക, ബാക്കിയൊക്കെ സ്മോൾ ലെറ്റേഴ്സിലാണ് നമ്മൾ എഴുതുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം അങ്ങനെ ഈ റൂൾസൊക്കെ നോക്കിയിട്ട് ഇതേ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഇനി ഓരോ കോമ്പൗണ്ട്സിനും കോർഡിനേഷൻ കോമ്പൗണ്ട്സിനും പേര് കൊടുക്കുക എന്നും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പേര് കൊടുക്കുക എന്നൊക്കെ നോക്കാം.